പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നേരുന്നതോടൊപ്പം നാളത്തെ വലിയൊരു തിരുനാൾ, കടമുള്ള തിരുനാൾ എന്ന് വെച്ചാൽ നാളെ വ്യാഴാഴ്ച കടമുള്ള തിരുനാൾ എന്നല്ലേ, നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ് നാളെ. നമ്മുടെ കടമുള്ള ദിവസമാണ്. നാളെ പരിശുദ്ധ കുർബാനയിൽ മുഴുവൻ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കാൻ, പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് നമുക്ക് കടമയുണ്ട്. സഭ പ്രത്യേകമായിട്ട് അത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ കടമുള്ള ദിവസമാണ് കേട്ടോ. നാളെ മഴയും അതുപോലെ തന്നെ കാറ്റും കരണ്ട് പോക്കൊക്കെ ഉണ്ടാകും. മുടങ്ങിയേക്കരുത് കേട്ടോ. ഇന്ന് ഈ ബുധനാഴ്ച നമുക്ക് കർത്താവ് നൽകുന്നത് എഫെസസ് ലേഖനം 2:10 വചനം വെളിപ്പെടുത്താണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, കർത്താവാണ് നമ്മെ മെനഞ്ഞെടുത്തത്. എന്നിട്ട് പറയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം യേശുവിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, ഈ കരങ്ങൾ വിശുദ്ധമാണ്, ഈ ഹൃദയം വിശുദ്ധമാണ്, ഈ കണ്ണുകൾ വിശുദ്ധമാണ്. കാരണം യേശു ക്രിസ്തുവിലാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് അശുദ്ധി കാണാൻ പാടില്ല. എൻ്റെ കാതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള തെറ്റായ വാർത്തകൾ കേൾക്കാനായിട്ട് പാടില്ല. മറ്റുള്ളവരെ പഴി പറയുന്ന ചിന്തകൾ, മോശമായി കരുതുന്ന ചിന്തകൾ വരാൻ പാടില്ല. കാരണം യേശു ക്രിസ്തുവിലാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു നിയോഗാർത്ഥത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞാൻ എൻ്റെ ജീവൻ, എൻ്റെ എല്ലാം അത് യേശു ക്രിസ്തുവിൻ്റേതാണ്. യേശു ക്രിസ്തുവിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊറ്റ കാരണത്താൽ ഈ ഒരു ബോധ്യത്തിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നാളെ തിരുനാൾ ഏതാണ് പറയുന്നത്, നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്ന ആ സുദിനത്തിൽ നമുക്ക് പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. പിന്നെ ഇന്ന് കിടക്കുമ്പോൾ ഇച്ചിരി നേരത്തേക്ക് കിടന്നേക്കണം. നാളെ കാറ്റും മഴയൊക്കെ ഉണ്ടാകുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ വേണം ഇന്ന് കിടക്കാനായിട്ട്. നാളെ നേരത്തെ എഴുന്നേൽക്കണം, കുളിച്ച് നല്ല കുമ്പസാരമൊക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. നന്നായിട്ട് ഒരുങ്ങി നമുക്ക് ഒരു പുതിയ ദിനത്തിലേക്ക്, ഒരു പുതിയൊരു അഭിഷേകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും നേരത്തെ ഇൻ അഡ്വാൻസ് നേരുകയാണ്. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.